9th Standard, Unit 2, New Numbers. ന്യൂ നമ്പേഴ്സിലെ ആദ്യത്തെ തന്നെ നമുക്കൊരു സമചതുരം തന്നിട്ടുണ്ട്, ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്. ആ സ്ക്വയറിൻ്റെ ഡയഗണൽ, അതായത് AC എന്ന് പറയുന്ന മെഷർമെൻറ്റ് കണ്ടെത്തണം. നമ്മൾ 7ാം ക്ലാസ് പഠിക്കുന്നുണ്ട്. ഹൈപ്പട്ന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ. AC എന്ന് പറയുന്നതാണ് ഹൈപ്പട്ന്യൂസ്. AC ഈക്വൽ ടു റൂട്ട് ഓഫ് AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. അതിൻ്റെ വാല്യൂ ആയ 1 അവിടെ ഇട്ട് കൊടുക്കുമ്പോൾ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ റൂട്ട് 1 പ്ലസ് 1 റൂട്ട് 2 എന്ന് വരും. നമുക്കറിയുന്നൊരു കാര്യമുണ്ട്, റൂട്ട് 2 എന്ന് പറയുന്നതിന് ആൻസർ ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? റൂട്ട് 1 2 ആണ്, റൂട്ട് 2നും റൂട്ട് 3ക്കും ഇല്ല. റൂട്ട് 4 എന്ന് പറയുന്നത് 2 ആണ്, റൂട്ട് 9 3 ആണ്. അപ്പോൾ റൂട്ട് 5, റൂട്ട് 6, റൂട്ട് 7, റൂട്ട് 8നൊന്നും റൂട്ട് ഇല്ലാത്ത സംഖ്യകളാണ്. അപ്പോൾ ഇതിനെല്ലാം റൂട്ട് എങ്ങനെ കണ്ടെത്തും? അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് റൂട്ട് 2. അപ്പോൾ റൂട്ട് 2ൻ്റെ വാല്യൂ നമുക്കറിയില്ല. 1 പറയുമ്പോൾ, അതായത് 1ൻ്റെ സ്ക്വയറാണ് 1, അപ്പോൾ അത് റൂട്ട് 1 എന്ന് പറയുമ്പോൾ 1 കിട്ടും. 2ൻ്റെ സ്ക്വയറാണ് 4, അപ്പോൾ റൂട്ട് 4 2 കിട്ടും. 3ൻ്റെ സ്ക്വയർ 9 ആണ്, അപ്പോൾ റൂട്ട് 9 3 കിട്ടും. അപ്പോൾ ഇതിനിടയിൽ റൂട്ട് 2 റൂട്ട് 3 ഇല്ല, റൂട്ട് 5 റൂട്ട് 6 റൂട്ട് 7 റൂട്ട് 8 ഇല്ല, റൂട്ട് 10 റൂട്ട് 11 റൂട്ട് 12 റൂട്ട് 13 14 15 ഇതിനൊന്നും റൂട്ടില്ലാത്ത സംഖ്യകളാണ്. അപ്പോൾ അങ്ങനെ അതിനൊക്കെ നമുക്ക് ഏകദേശം വലിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് റൂട്ട് 2ൻ്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടെത്തുന്നത് നോക്കാം. 1.1 സ്ക്വയർ. ആദ്യം നമ്മൾ 11 സ്ക്വയർ എന്ന് പറയുമ്പോൾ 121 ആണ്. 12ൻ്റെ സ്ക്വയർ 144 ആണ്. പക്ഷേ പോയിൻ്റ് ഉണ്ടാകുന്ന സമയത്ത് പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ ആണെങ്കിൽ നമ്മുടെ ഉത്തരത്തിൽ എന്ത് വേണം? പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, 1.1 സ്ക്വയറിന് 1.1 സ്ക്വയർ എന്നുള്ളത് 1.21, 1.2 സ്ക്വയർ 1.44, 1.3 സ്ക്വയർ 1.69, 1.4 സ്ക്വയർ 1.96, 1.5 സ്ക്വയർ 2.25. അതിന് നേരെ അതിൻ്റെ റൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്ന് നമുക്ക് സ്ക്വയർ കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ റൂട്ട് നമുക്ക് ഇത് കിട്ടണം. അങ്ങനെ 1.44ൻ്റെത് 1.2, അങ്ങനെ ഓരോന്നിൻ്റെയും നിങ്ങൾക്കറിയാം സ്ക്വയർ കിട്ടുവാണെങ്കിൽ അതിൻ്റെ റൂട്ട് എന്ത് കിട്ടണം? നമുക്ക് തിരിച്ച് കിട്ടുകയും വേണം. അപ്പോൾ നമ്മുടെ ആൻസർ നമുക്ക് കണ്ട റൂട്ട് 2 ആണ്. നിങ്ങൾ ഇതേപോലെ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും റൂട്ട് 2 ഇവിടെ ഇല്ല. പക്ഷേ റൂട്ട് 1.96 1.96 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 1.96, 1.97, 1.98, 1.99, ദെൻ 2.00. ഈ 2.00 എന്ന് പറയുന്നതാണ് റൂട്ട് 2 വരിക. അതായത് ഇവിടെ നമ്മൾ റൂട്ട് എഴുതുവാണെങ്കിൽ റൂട്ട് ഓഫ് 1.69, റൂട്ട് ഓഫ് 1.96, റൂട്ട് ഓഫ് 1.97, റൂട്ട് ഓഫ് 1.98, റൂട്ട് ഓഫ് 1.99, ദെൻ റൂട്ട് 2. അതായത് നമ്മുടെ ആൻസർ ഈ 2 നമ്പറിനും ഇടയിലാണ്. 2 എന്ന് പറയുന്ന നമ്പർ ഇവിടെ കണ്ട 2.225 ഒക്കെ 2 കഴിഞ്ഞു. ഇവിടെ എത്തുമ്പോൾ 1 കഴിഞ്ഞിട്ട് 1.96 ആണ്. പിന്നെ 1.97, 98, 99, 2. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് 2ലെത്തുക. പക്ഷെ ഇവിടെ ഇപ്പം നമുക്ക് 2 എന്ന് പറയുന്ന നമ്പർ ഇവിടെ ആയിരിക്കും എന്നേ പറയാൻ പറ്റും. അതായത് 1.4നും 1.5നും ഇടയിലാണ്. റൂട്ട് 2ൻ്റെ വില എന്ന് പറയുന്നത് 1.4നും 1.5നും ഇടയിലാണ്. റൂട്ട് 2 വാല്യൂ ലൈൻ ബിറ്റ്വീൻ 1.4 ആൻഡ് 1.5. ഇനി 1.4നും 1.5നും ഇടയിൽ നമുക്ക് ഒരുപാട് നമ്പർ എഴുതാൻ പറ്റും. അത് 1.41, 1.42, അതായത് 1.4 എന്ന് പറഞ്ഞാൽ 1.40 ആണ്, 1.5 എന്ന് പറഞ്ഞാൽ 1.50 ആണ്. അപ്പം നമുക്കത് 4 കഴിഞ്ഞാൽ 40 അല്ലേ ഇത്, 41, 42 മുതൽ നമുക്ക് അങ്ങനെ എഴുതിയിട്ട് 49 കഴിഞ്ഞാൽ പിന്നെ 1.50ലെത്തും. അപ്പം ഇത്രയും നമ്പർ എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ ആൻസർ നമ്മൾ എന്ത് ചെയ്യാം? ഈ ആദ്യത്തെ 2 നമ്പർ, കാരണം നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് 1.4നോട് അടുത്തിട്ടാണ്, 1.5നല്ല. പിന്നെ അതിൻ്റെ പകുതിയല്ല, കാരണം 1.96 കഴിഞ്ഞിട്ട് 97, 98, 99, 2 നമുക്കൊരു 4 സ്റ്റെപ്പിനുള്ളിൽ തന്നെ നമ്മൾ റൂട്ട് 2ലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം നമ്മുടെ ആൻസർ 1.4നോട് അടുത്തുള്ളതാണ്. 1.4നോട് അടുത്തിരിക്കുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യണം? 1.4നും 42നും ഇടയിലുള്ള നമ്പേഴ്സ് കണ്ടുപിടിക്കണം. ഈ രീതിയിൽ തന്നെ നമ്മളിവിടെ കണ്ടുപിടിക്കുക. അതായത് 1.41 എന്നുള്ളത് 1.410 എടുക്കാം, 1.420 എന്ന് എടുക്കുക. അതായത് 410 420. അപ്പം 410നും 420നും ഇടയിൽ
411, 12 അങ്ങനെ പോയിട്ട് 420 വരെയുള്ള നമ്പറുണ്ട്. അത് നമ്മൾ 420 എത്തുമ്പോൾ 1.42 എന്നേ എഴുതണ്ടു. അപ്പോൾ അതിൻ്റെ 4 സ്റ്റെപ്പ് കൊണ്ട്, അതായത് 1.41, 1.42, 1.43 പിന്നെ 1.41. നാലാമത്തെ സ്റ്റെപ്പ് ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആൻസറിലേക്ക് എത്തി. അതവിടെ വെക്കുക. കാരണം നമ്മൾ ഇതിൻ്റെ ആൻസർ മുന്നേ പഠിച്ചിട്ട് പോകുന്നതാണല്ലോ. റൂട്ട് 2ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.414 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ രീതിയിൽ നമ്മുടെ ആൻസർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടെ നിർത്താം. റൂട്ട് 2ൻ്റെ ഏകദേശ വില ഈക്വൽ സൈൻ ഇടാൻ പാടില്ല. ഏകദേശ വിലയായിട്ട് ആ ഈക്വലിനെ ഒന്ന് ഇങ്ങനെ ഇതുപോലെ വളച്ചിട്ടാണ് എഴുതാം. അപ്പോൾ റൂട്ട് 2ൻ്റെ ഏകദേശ വില എന്ന് പറയുന്നത് 1.414 ആണ്. അപ്പോൾ ഓർമ്മിക്കേണ്ട കാര്യം, നിങ്ങൾ വിചാരിക്കും ഈ നമ്പർ എങ്ങനെയാണ് കിട്ടിയെന്നല്ലേ. നമ്മളതിന് ഏകദേശം, അതായത് 1.414ഉം 1.414ഉം ഇൻറ്റു ചെയ്താൽ നമുക്ക് 2 ആണ് കിട്ടേണ്ടത്. അതാണ് ഇതിലെ കാര്യം. അപ്പോൾ ഏകദേശം അടുത്തിട്ട് മാത്രമേ വരുള്ളൂ. കൃത്യമായിട്ടുള്ള ഡെസിമൽ പ്ലേസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കൈ കൊണ്ട് അങ്ങനെ സാധാരണ രീതിയിൽ നമ്മുടെ മെൻ്റൽ കാൽക്കുലേഷൻ കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പം റൂട്ട് 2ൻ്റെ വാല്യൂ കാണാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ രീതിയിൽ അങ്ങോട്ടേക്ക് ചെയ്ത് വെച്ചാൽ മതി.